പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു. പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണ്ണവില നൽകുന്നു. കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ KVM ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വയ്ക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല. സ്നേഹം വിഡോംസ് വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വാർഷികവും ക്രിസ്മസ് ആഘോഷവും സംഘടിപ്പിച്ചു. LCMSന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹം വിഡോംസ് വെൽഫെയർ സൊസൈറ്റിയുടെ 14ാമത് വാർഷികവും ക്രിസ്മസ് നവവത്സരാഘോഷവും നടന്നു. LCMS പ്രസിഡന്റ് ടോമി ചന്ദനപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് LC ജോർജ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സാധാരണയായി സമൂഹത്തിൽ വിധവകളായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വലിയ സ്ഥാനമൊന്നുമില്ല. വിധവകളാകുന്നതിന് മുമ്പ് എല്ലാവരും വലിയ പ്രമാണിമാരായി സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ വീടുകളിലായാലും സമൂഹത്തിലായാലും ഒക്കെ നന്നായിട്ടൊക്കെ കഴിഞ്ഞു വന്നിരുന്നവർ. എന്നാൽ വിധവകളായി കഴിഞ്ഞാൽ അവർ തന്നെയാണോ സമൂഹമാണോ എന്നറിയില്ല, പതുക്കെയൊന്ന് പിന്നിലേക്ക് ഉൾവലിയുന്നവരാണ് മുഴുവൻ പേര്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ ഒരു നഗ്ന സത്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് വിവാഹത്തിലൂടെ നമ്മളെ പുരോഹിതരാകട്ടെ, അല്ലെങ്കിൽ അമ്പലത്തിലെ പൂജാരിയാകട്ടെ, മുസ്ലിം പള്ളിയിലെ ഉസ്താദാകട്ടെ, ആരുമായിക്കൊള്ളട്ടെ, നമ്മളെ കൈപിടിപ്പിച്ച് തരുമ്പോൾ ആ പുരുഷന്റെയും ഭാര്യയുടെയും ഭർത്താവിന്റെയും മാത്രമല്ല അവിടെ നടുക്ക് പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ മുഖ്യാതിഥിയായിരുന്നു. LCMS വൈസ് പ്രസിഡന്റ് ജസ്റ്റിൻ എലഞ്ഞിക്കൽ സ്വാഗതം ആശംസിച്ചു. ചാവറ ITI പ്രിൻസിപ്പൽ ഫാദർ ജോബി കോഴിക്കോട്ട് മുഖ്യ പ്രഭാഷണം നടത്തി. വാണിയർക്കാട് കർമ്മലാരം സുപ്പീരിയർ ഫാദർ ഇമ്മാനുവൽ ഡിക്സൺ, സെന്റ് ഫിലോമിന സഹവികാരി ഫാദർ സുജിത് സ്റ്റാൻലി നടുവിലെ വീട്ടിൽ, ചേരനെല്ലൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർ ബെന്നി ഫ്രാൻസിസ്, വനിതാ വിംഗ് സെക്രട്ടറി എൽസമ്മ ജോയ്, ജനറൽ സെക്രട്ടറി ജോസ് ലോറൻസ് എന്നിവർ സംസാരിച്ചു. യോഗാനന്തരം പ്രശസ്ത സിനിമാ സീരിയൽ താരം ഷിനിൽ ചിറ്റൂരും മകൻ വൈഷ്ണവ് ഷിനിലും ചേർന്നൊരുക്കിയ എന്റർടൈൻമെന്റ് ഷോയും നടന്നു. കൺവീനർ സിബി തോമസ്, ജോയ്സി ജോൺസൺ, മഞ്ജു ജൂഡി, ജോസി മാളോത്ത്, ബേബി കല്ലൂർ, ജോൺസൺ മാളിയക്കൽ, ജോണി നെടുപ്പറമ്പിൽ, ബിജു താനിക്കാപ്പള്ളിയിൽ, ജോർജ് പയമ്പള്ളി, ഫ്രാൻസിസ് സേവർ, വില്യം മുല്ലശ്ശേരി, മിഥുൻ കണക്കശ്ശേരി, മൈക്കിൾ വേവുക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പറവൂർ.